Hi everyone. Today our topic is about ratio analysis and ratio analysis, classification of ratio analysis. In our previous class we discussed about the classification of the ratio analysis on the basis of financial statements and on the basis of nature or functions. And according to the nature or functions, the ratios are of following 5 types. Which are they? Liquidity ratio, leverage ratio, activity ratio, profitability ratio, and market test ratio. Right? So today we will study about the liquidity ratio. What do you mean by liquidity? Liquidity refers to the firm's ability to pay its current liabilities out of its current assets. അല്ലേ? സോ ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഫേമിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അഥവാ ലിക്വിഡിറ്റി പൊസിഷൻ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന റേഷ്യോസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലിക്വിഡിറ്റി റേഷ്യോ അഥവാ ഷോർട്ട് ടേം സോൾവൻസി റേഷ്യോ എന്ന് വിളിക്കുന്നത്. സോ the ratios are highly useful to creditors and the commercial banks that provide short-term credit. Important liquidity ratios are current ratio, quick ratio, and super quick ratio. So in this class we will discuss about the current ratio. What is current ratio? It is one of the oldest of all the financial ratio. ഇത് മോസ്റ്റ് കോമൺ റേഷ്യോ എന്ന് നമുക്ക് പറയാം. എന്തിനു വേണ്ടിയിട്ടാ? ഫോർ അനലൈസിങ് ദ ലിക്വിഡിറ്റി ഓർ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ. കറണ്ട് റേഷ്യോ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് കറണ്ട് അസറ്റ്സ് ടു കറണ്ട് ലയബിലിറ്റി. ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ total current assets and the total current liability. Current ratio is also called working capital ratio or bankers ratio. രണ്ട് രീതിയിൽ നമുക്ക് പറയാം. കറണ്ട് റേഷ്യോ എന്നാൽ വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ ആണ്, അതുപോലെ തന്നെ ബാങ്കേഴ്സ് റേഷ്യോ എന്ന് വിളിക്കാം. സോ കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. റൈറ്റ്. കമ്പോണൻസ് ഓഫ് കറണ്ട് റേഷ്യോ. ടു ബേസിക് കമ്പോണൻസ് ഓഫ് കറണ്ട് റേഷ്യോ ഉണ്ട്. കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും. കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ക്യാഷ് അല്ലെങ്കിൽ ഏതൊരു അസറ്റാണോ ഈസിലി കൺവേർട്ടബിൾ വിത്തിൻ എ ഇയർ, അതിനെയാണ് നമ്മൾ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏതൊരു ലയബിലിറ്റി ആണോ ഒരു വർഷത്തിനുള്ളിൽ റീപേയ്മെൻറ്റ് നടത്താൻ പറ്റുന്നത്, അതിനെ നമ്മൾ കറണ്ട് ലയബിലിറ്റീസും എന്നും പറയുന്നു. ക്ലിയർ? സോ കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ വരാം? മെയിനായിട്ട് ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ് എന്താ? ക്യാഷ് അല്ലേ? ക്യാഷ് ഇൻ ഹാൻഡ്. അതുപോലെ ബാങ്കിൽ നമ്മൾ ഇട്ടിട്ടുള്ള പൈസ അല്ലേ, അതാണ് ക്യാഷ് അറ്റ് ബാങ്ക്. സോ ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും നമുക്ക് ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള അസറ്റുകളാണെന്ന് നമുക്ക് പറയാം. ക്യാഷ് ബാലൻസ്, ബാങ്ക് ബാലൻസ്, ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾസ്, അതുപോലെ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ്, സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്. അതായത് സ്റ്റോക്കിൻ്റെ 3 രീതി, അതായത് റോ മെറ്റീരിയൽസ് ആയിട്ടോ വർക്കിംഗ് പ്രോഗ്രസ് ആയിട്ടോ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടോ ഉള്ളതൊക്കെ നമുക്ക് എന്തായിട്ട് പറയാം? സ്റ്റോക്കായിട്ട് പറയാം. സോ ഇതൊക്കെ നമ്മളുടെ കറണ്ട് അസറ്റ്സിൽ പെടുന്നതാണ്. അതുപോലെ പ്രീപെയ്ഡ് എക്സ്പെൻസസുകൾ, ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസുകൾ, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകംസ്, ഇൻകം അക്രൂഡ് ബട്ട് നോട്ട് ഡ്യൂ, ദെൻ അഡ്വാൻസ് ടാക്സിൻ്റെ അഡ്വാൻസ് പേയ്മെൻറ്റ് എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് കറണ്ട് അസറ്റ്സ് ദാറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ഇൻ എ ഇയർ ആണ്. മനസ്സിലായോ? സോ അതുകൊണ്ടാണ് ഇത് കറണ്ട് അസറ്റ്സിൽ വരുന്നത്. ഇനി അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റീസിൽ വരുന്നതാ ടു ബി പെയ്ഡ് വിത്തിൻ ആൻ അക്കൗണ്ടിങ് ഇയർ സച്ച് ആസ് സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ക്രെഡിറ്റേഴ്സ് ഓഫ് ഫോർ എക്സ്പെൻസസ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റുകൾ, ടാക്സ് പ്രൊവിഷനുകൾ, ഷോർട്ട് ടേം ലോൺസുകൾ, ഷോർട്ട് ടേം അഡ്വാൻസസുകൾ, അൺക്ലെയിംഡ് ആയിട്ടുള്ള ഡിവിഡൻറ്റുകൾ, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസുകൾ, ഇതെല്ലാം തന്നെ കറണ്ട് ലയബിലിറ്റീസ് ആയിട്ടും നമുക്ക് പറയാൻ സാധിക്കുന്നു. മനസ്സിലായോ? സോ ഇത്രയേ ഉള്ളൂ കമ്പോണൻസ് ഓഫ് കറണ്ട് റേഷ്യോ, ദാറ്റ് ഈസ് കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. സോ കറണ്ട് ലയബിലിറ്റി, ദ സ്റ്റാൻഡേർഡ് കറണ്ട് റേഷ്യോ എന്താണ്? മനസ്സിലായോ? അതായത് ഈ ഒരു സ്റ്റാൻഡേർഡ് ഇപ്പോൾ നമ്മൾ പറയും ഒരു ബാങ്കിലെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ ഏറ്റവും
സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കറണ്ട് റേഷ്യോ ഉണ്ടാവും. അതെന്താണ്? സാറ്റിസ്ഫാക്ടറി ആയിട്ട്, അതായത് ആ ഫേമിൽ ഇത്ര കറണ്ട് അസറ്റ്സ് ഉണ്ട്, ഇത്ര കറണ്ട് ലയബിലിറ്റി ഉണ്ട്, അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചാൽ അത് സാറ്റിസ്ഫാക്ടറി ആണ് എന്ന് പറയാൻ പറ്റുന്നത് എപ്പോഴാണ്? അതിൻ്റെ ഒരു റേഷ്യോ 2:1. അതായത് കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ലയബിലിറ്റീസിൻ്റെ 2 മടങ്ങ് കൂടുതലായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സഫിഷ്യൻറ്റ് മാർജിൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് കറണ്ട് റേഷ്യോ ഓഫ് 2:1 സാറ്റിസ്ഫാക്ടറി ഓർ ഐഡിയൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് കറണ്ട് റേഷ്യോ. കറണ്ട് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ ഫേംസ് കപ്പാസിറ്റി ടു പേ ഇറ്റ്സ് കറണ്ട് ലയബിലിറ്റി ഇൻ ടൈം. അപ്പോൾ കറണ്ട് റേഷ്യോ എന്തിനു വേണ്ടിയിട്ടാണ്? ഫേംസ് കപ്പാസിറ്റി ടു പേ ഇറ്റ്സ് കറണ്ട് ലയബിലിറ്റീസ് ഇൻ ടൈം ആണ്. സോ ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ മാർജിൻ സേഫ്റ്റി ഫോർ ദ ക്രെഡിറ്റേഴ്സ്. സോ നമുക്ക് കറണ്ട് റേഷ്യോയുടെ ഒരു പ്രോബ്ലം നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ദ കറണ്ട് റേഷ്യോ. സോ ഇതിൻ്റെ പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് നേരത്തെ വാട്സപ്പിൽ ഇട്ട് തന്നിട്ടുണ്ട്. സോ അതിലെ ഐറ്റംസുകൾ നമുക്ക് നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ കാൽക്കുലേറ്റ് ദ കറണ്ട് റേഷ്യോ. സോ നമുക്ക് തന്നേക്കണത് ഇവിടെ എന്താണ്? മെഷീനറി തന്നിട്ടുണ്ട്, പ്രീപെയ്ഡ് എക്സ്പെൻസസ് തന്നിട്ടുണ്ട്, സൺഡ്രി ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് അറ്റ് ബാങ്ക് തന്നിട്ടുണ്ട്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, സൺഡ്രി ക്രെഡിറ്റേഴ്സ്, സ്റ്റോക്ക്, ബിൽസ് പേയബിൾ, എക്സ്പെൻസസ് പേയബിൾ, ലോങ് ടേം ലോൺ. സോ ഇതിലെന്താ നമ്മൾ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ കറണ്ട് റേഷ്യോയുടെ എന്ത് എഴുതി വെച്ചു? ഫോർമുല എഴുതി വെച്ചു. എന്താ കറണ്ട് റേഷ്യോയുടെ ഫോർമുല? കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് അല്ലേ. സോ കറണ്ട് അസറ്റ്സിൽ വരുന്നത് എന്തൊക്കെയാണ്? പ്രീപെയ്ഡ് എക്സ്പെൻസസ്, സൺഡ്രി ഡെപ്റ്റേഴ്സ്, ക്യാഷ് ഇൻ ഹാൻഡ്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, സ്റ്റോക്ക്. ഇത്രയാണ് കറണ്ട് അസറ്റ്സ് ഐറ്റംസ് നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിലുള്ളത്. സോ അതൊക്കെ എടുത്ത് എഴുതി അത് ഞാൻ ആഡ് ചെയ്തു. ടോട്ടൽ ചെയ്തപ്പോൾ എനിക്ക് 3,50,000 കിട്ടി. അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റീസിൻ്റെ ഐറ്റംസ് ഞാൻ നോക്കിയപ്പോൾ എന്തൊക്കെ കണ്ടു? എനിക്ക് സൺഡ്രി ക്രെഡിറ്റേഴ്സ് കിട്ടി, അതുപോലെ ബിൽസ് പേയബിൾ കിട്ടി, എക്സ്പെൻസസ് പേയബിൾ കിട്ടി. സോ ഇത്രയാണ് ഐറ്റംസ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. സോ ഞാൻ ആ കറണ്ട് ലയബിലിറ്റീസ് എല്ലാം ആഡ് ചെയ്തു. എനിക്ക് കിട്ടിയ എമൗണ്ട് ദാറ്റ് ഈസ് 2 lakh ആണ്. സോ കറണ്ട് റേഷ്യോ ഇപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ദാറ്റ് ഈസ് 3,50,000 ഡിവൈഡഡ് ബൈ 2 lakh. സോ എനിക്ക് എത്രയാണ് കിട്ടിയത്? 1.75:1. മനസ്സിലായോ? സോ ഇതെന്താ ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് എഴുതാൻ പറ്റുന്നത്? ദ കറണ്ട് റേഷ്യോ ദാറ്റ് every rupee of current liabilities there are current assets worth 1.75. എല്ലാ കറണ്ട് ലയബിലിറ്റീസിനും 1.75 കറണ്ട് അസറ്റ്സ് ഉണ്ടെന്ന്. സോ അതിനെന്താ അർത്ഥം? ദ ഫേം വിൽ നോട്ട് ഫൈൻഡ് മച്ച് ഡിഫിക്കൽട്ടി അല്ലേ. ഫേമിന് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, വർക്കിംഗ് ക്യാപിറ്റലിൽ സാറ്റിസ്ഫാക്ടറി ഡീൽ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ക്ലിയർ? സോ ഇതാണ് കറണ്ട് റേഷ്യോ. ഇങ്ങനെയാണ് നമ്മൾ കറണ്ട് റേഷ്യോൻ്റെ പ്രോബ്ലം ചെയ്യേണ്ടത്. ഐ തിങ്ക് യു ആർ വെരി വെൽ ക്ലിയർ അബൌട്ട് ദ how to find out the current ratio. Then next that is quick ratio അല്ലെങ്കിൽ മറ്റൊരു പേര് ആസിഡ് ടെസ്റ്റ് റേഷ്യോ. എന്താണ് ക്വിക്ക് റേഷ്യോ പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ ഏറ്റവും കറണ്ട് അസറ്റ്സിനെക്കാട്ടി, അപ്പോൾ കറണ്ട് റേഷ്യോ കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ 1 ഇയർ നമുക്ക് ലിക്വിഡിറ്റി കൂടുതലുള്ള അസറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ലിക്വിഡ് റേഷ്യോ അഥവാ ക്വിക്ക് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വിക്ക് അസറ്റ്സ് എന്നാണ് പറയുന്നത്. എന്താ ക്വിക്ക് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദാറ്റ് ഈസ് ഇവിടെ കറണ്ട് അസറ്റ്സിനെ കാട്ടി ഇതിനെന്തുണ്ട്? ലിക്വിഡ് അസറ്റ്സിന്, ഈ ക്വിക്ക് അസറ്റ്സിന് കറണ്ട് അസറ്റ്സിനെ കാട്ടി ക്വിക്കലി കൺവേർട്ടബിൾ ഇൻറ്റു ക്യാഷ് ആണ്. മനസ്സിലായോ? അതായത് ക്വിക്ക് ഓർ ലിക്വിഡ് അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് വിച്ച് ആർ ക്വിക്കലി കൺവേർട്ടബിൾ ഇൻറ്റു ക്യാഷ് വിത്തൗട്ട് ലോസ് ഓഫ് വാല്യൂ. So quick assets include all the current assets except inventories and prepaid expenses. അപ്പോൾ എങ്ങനെയുള്ള അസറ്റാണ് ക്വിക്ക് അസറ്റ്? കറണ്ട് അസറ്റിന് ഇൻവെൻറ്ററീസും സ്റ്റോക്കും ഒഴികെ വരുന്ന എല്ലാ അസറ്റുകളും നമുക്ക് ക്വിക്ക് അസറ്റ് ആണെന്ന് പറയാം. സോ ലിക്വിഡ് അസറ്റ്സ് ആർ കറണ്ട് അസറ്റ്സ് മൈനസ് സ്റ്റോക്ക് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. സോ അതുപോലെ തന്നെ ലിക്വിഡ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് കറണ്ട് ലയബിലിറ്റീസിൽ നിന്ന് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ലെസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ക്വിക്ക് ലയബിലിറ്റീസ് നമുക്ക് കിട്ടുന്നു. സോ അതായത് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോൺ ചെയ്യാമല്ലോ. സോ ദിസ് മീൻസ് ഇറ്റ് ഈസ് പേയബിൾ ഓൺ ഡിമാൻഡ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ക്വിക്ക് ലയബിലിറ്റി. സോ കമ്പോണൻസ് ഓഫ് ക്വിക്ക് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. എന്താ പറഞ്ഞത്? അതായത് കറണ്ട് അസറ്റ്സിൽ നിന്നും സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസസും ഒഴിവാക്കി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു?
ലിക്വിഡ് അസറ്റ്സ് കിട്ടുന്നു. ആൻഡ് കറണ്ട് ലയബിലിറ്റിയിൽ നിന്ന് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഒഴിവാക്കി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ക്വിക്ക് ലയബിലിറ്റി കിട്ടുന്നു. പക്ഷേ ആ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എപ്പോൾ വേണമെങ്കിലും വിഡ്രോൺ സാധിക്കുന്നത് കൊണ്ട് നമുക്ക് ക്വിക്ക് ലയബിലിറ്റി ആയിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ലിക്വിഡ് റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ക്വിക്ക് അസറ്റ്സ് ഡിവൈഡഡ് ബൈ ക്വിക്ക് ലയബിലിറ്റീസ് അല്ല, പകരം ക്വിക്ക് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ബിക്കോസ് ആ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് നമ്മൾ ഉപയോഗിക്കില്ല, നമ്മൾ ലെസ് ചെയ്ത് കളയില്ല. അത് കറണ്ട് ലയബിലിറ്റി ആയിട്ട് തന്നെ പറയുന്നത് കാരണം എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ടുള്ള സൗകര്യം ഉള്ളത് കൊണ്ട് തന്നെ. ക്ലിയർ? അപ്പോൾ നമ്മൾ ലിക്വിഡ് റേഷ്യോ എഴുതുമ്പോൾ നമ്മളുടെ സാധാരണ നമുക്ക് എങ്ങനെ വെക്കാമായിരുന്നു? ലിക്വിഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ ലിക്വിഡ് ലയബിലിറ്റി എന്ന് വെക്കാമായിരുന്നു. പക്ഷേ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ വെക്കുന്നില്ല. ലിക്വിഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ലിക്വിഡ് റേഷ്യോ കിട്ടും. അപ്പോൾ എന്താണ് ഒരു സ്റ്റാൻഡേർഡ് ക്വിക്ക് റേഷ്യോ പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ക്വിക്ക് റേഷ്യോ സ്റ്റാൻഡേർഡ് ആവുന്നത് 1:1. ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ദ സാറ്റിസ്ഫാക്ടറി ഓർ ഐഡിയൽ. അതായത് ലിക്വിഡ് അസറ്റ്സ് എപ്പോഴും ഈക്വൽ ടു കറണ്ട് ലയബിലിറ്റി ആയിരിക്കണം. ദാറ്റ് ഈസ് 1:1. അപ്പോഴാണ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ഫേം ഈസ് സെഡ് ടു ബി ഗുഡ് എന്ന് പറയുന്നത്. Clear? Then quick ratio is considered to be the superior to current ratio in testing the liquidity position. അപ്പോൾ ഒരു ലിക്വിഡിറ്റി പൊസിഷൻ മനസ്സിലാക്കാനായിട്ട് ക്വിക്ക് റേഷ്യോ ആണ് കറണ്ട് റേഷ്യോനെക്കാട്ടി സുപ്പീരിയർ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇറ്റ് ഈസ് ദ ബെസ്റ്റ് മെഷർ ഫോർ ലിക്വിഡിറ്റി ആൻഡ് ഇറ്റ് മെഷേഴ്സ് ദ ഇൻസ്റ്റൻറ്റ് ഡെപ്റ്റ് പേയിങ് എബിലിറ്റി ഓഫ് എ ഫേം. സോ ഇറ്റ് ഈസ് ആൻ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദ കറണ്ട് റേഷ്യോ ബിക്കോസ് ഇൻ ദ കാൽക്കുലേഷൻ ഓഫ് ദ ക്വിക്ക് റേഷ്യോ. ദെൻ അതുപോലെ തന്നെ എന്താണ് ഒരു ക്വിക്ക് റേഷ്യോയും കറണ്ട് റേഷ്യോയും തമ്മിലുള്ള ഡിഫറൻസ്? കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെദർ എ ഫേം ഈസ് ഏബിൾ ടു പേ ഇറ്റ്സ് കറണ്ട് ലയബിലിറ്റീസ് വിത്തിൻ എ ഇയർ. ക്വിക്ക് റേഷ്യോ പറഞ്ഞു കഴിഞ്ഞാലോ ഏബിൾ ടു പേ ഇറ്റ്സ് കറണ്ട് ലയബിലിറ്റി ക്വിക്ക്ലി ഓർ വിത്തിൻ എ മന്ത് ആണ്. അതാണ് മെയിൻ ഡിഫറൻസ്. ദെൻ കറണ്ട് റേഷ്യോ എക്സ്പ്രസസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റി. ക്വിക്ക് റേഷ്യോ ആണെങ്കിലോ ഇറ്റ് എക്സ്പ്രസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വിക്ക് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റി. അപ്പോൾ ഒരു രണ്ട് ഡിഫറൻസ് എഴുതാലോ. ആൻഡ് ഐഡിയൽ സ്റ്റാൻഡേർഡ് എന്താ? കറണ്ട് റേഷ്യോയുടെ ഐഡിയൽ സ്റ്റാൻഡേർഡ് എന്താ? 2:1. അപ്പോൾ സാറ്റിസ്ഫാക്ടറി ആണ്. ക്വിക്ക് റേഷ്യോ ആണെങ്കിലോ 1:1. അപ്പോഴാണ് അത് സാറ്റിസ്ഫാക്ടറി ആവുന്നത്. ദെൻ inventories are taken into account of calculation of current ratio while it is ignored in the calculation of the quick ratio. Clear? So നമുക്ക് quick ratioന്റെ ഒരു പ്രോബ്ലം ചെയ്യാം. സോ കാൽക്കുലേറ്റ് ക്വിക്ക് റേഷ്യോ ഫ്രം ദ ഫോളോയിങ്. നമുക്ക് ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ട്, ബിൽസ് റിസീവബിൾ തന്നിട്ടുണ്ട്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് തന്നിട്ടുണ്ട്, സ്റ്റോക്ക് തന്നിട്ടുണ്ട്, പ്രീപെയ്ഡ് എക്സ്പെൻസസ് തന്നിട്ടുണ്ട്, ക്യാഷ് തന്നിട്ടുണ്ട്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് തന്നിട്ടുണ്ട്, സൺഡേ ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട്, ബിൽസ് പേയബിൾ തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ക്വിക്ക് റേഷ്യോൻ്റെ ഫോർമുല എന്താ? ഫോർമുല ക്വിക്ക് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. റൈറ്റ്? ഇനി ക്വിക്ക് അസറ്റ്സ് ഓരോന്നും എടുത്ത് നമുക്ക് എഴുതാം, അതുപോലെ കറണ്ട് ലയബിലിറ്റീസ് എഴുതാം. അപ്പോൾ ക്വിക്ക് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രീപെയ്ഡ് എക്സ്പെൻസസും സ്റ്റോക്കും ഒഴിച്ച് ഉള്ള കറണ്ട് അസറ്റുകളാണ് നമ്മുടെ ക്വിക്ക് അസറ്റ്സ് അല്ലേ. അപ്പോൾ എന്തൊക്കെ വരുന്നു? ഡെപ്റ്റേഴ്സ് 2 lakh, ബിൽസ് റിസീവബിൾ 50,000, marketable securities 1 lakh, cash 10,000. So the total our quick assets is 3,60,000. ഇതുപോലെ ചെയ്യണം. ആൻഡ് അതുപോലെ കറണ്ട് ലയബിലിറ്റീസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, സൺഡേ ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ. മനസ്സിലായോ? അപ്പോൾ ക്വിക്ക് ലയബിലിറ്റീസ് ആണെന്ന് പറയുമ്പോൾ അവിടെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് നമ്മൾ എഴുതില്ല സാധാരണ. പക്ഷേ നമുക്കിവിടെ അത് അപ്ലൈ ചെയ്യണ്ട, പകരം കറണ്ട് ലയബിലിറ്റീസ് തന്നെ എടുത്താൽ മതി. അപ്പോൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, സൺഡേ ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ. അപ്പോൾ ക്വിക്ക് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 3,60,000 divided by 4,80,000, 0.75:1. സോ ഞാനൊന്നും കൂടി പറയാം. ക്വിക്ക് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്വിക്ക് അസറ്റ്സ് കണ്ടുപിടിച്ചു, അതുപോലെ കറണ്ട് ലയബിലിറ്റീസും കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് ക്വിക്ക് അസറ്റ്സ് ഈ പ്രോബ്ലത്തിൽ എത്രയാണ് വന്നത്? ദാറ്റ് ഈസ് 3,60,000. കറണ്ട് ലയബിലിറ്റീസ് നമുക്ക് എത്രയാണ് വന്നത്? 4,80,000 അല്ലേ. സോ ക്വിക്ക് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 3,60,000 ഡിവൈഡഡ് ബൈ 4,80,000. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 0.75:1 അല്ലേ. അപ്പോൾ നമുക്ക് ഇനി ഇൻ്റർപ്രിട്ടേഷൻ എഴുതാലോ. ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വിക്ക് റേഷ്യോ ഈസ് ബിലോ സ്റ്റാൻഡേർഡ്. സോ എന്താണ്? 1:1 ആണ് ഐഡിയൽ എന്നല്ലേ. അപ്പോൾ ഇവിടെ ക്വിക്ക് റേഷ്യോ നമുക്ക് എത്ര കിട്ടിയ? 0.75:1 അല്ലേ. ദാറ്റ് ഈസ് എവറി ₹1 ഓഫ് ദ കറണ്ട് ലയബിലിറ്റിക്ക് ഫേമിന്
75 പൈസ വർത്തുള്ള ക്വിക്ക് അസറ്റ്സേ ഉള്ളൂ. അതായത് ഫേം ഈസ് ഫേസിങ് ഡിഫിക്കൽട്ടീസ് ഇൻ പേയിങ് ഓഫ് ഇറ്റ്സ് ലയബിലിറ്റീസ്. അതുകൊണ്ട് തന്നെ ഇൻ ഷോർട്ട് നമുക്ക് എന്ത് പറയാം? ലിക്വിഡിറ്റി പൊസിഷൻ ഓഫ് ദ ഫേം ഈസ് പുവർ, നോട്ട് സാറ്റിസ്ഫാക്ടറി. ക്ലിയർ? ഇങ്ങനെയാണ് ക്വിക്ക് റേഷ്യോയുടെ പ്രോബ്ലവും ഇൻ്റർപ്രിട്ടേഷനും നമ്മൾ എഴുതുന്നത്. I hope you are very well clear about the current ratio, how to calculate the current ratio, then meaning and significance of current ratio. Satisfactory ideal ratio is 2:1, and then quick ratio, meaning and significance, and the ideal quick ratio is 1:1, and how to calculate the quick ratio. And thank you all for listening to my class. Have a great day.